ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 25 സെക്കൻഡ് ക്വസ്റ്റൻ. സോ ഈ ക്വസ്റ്റൻ ചെറിയൊരു ക്വസ്റ്റൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റൻ ഇതാണ്: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറുള്ള സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സിൻ്റെ ലെങ്ത്തും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സൈഡ്സിൻ്റെ ലെങ്താണ് ആദ്യം അറിയേണ്ടത്, അല്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ സൈഡ് കണ്ടുപിടിക്കാം. സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അല്ലേ? നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അത് റൈറ്റ് ട്രയാങ്കിളാണ്, അല്ലേ? ഈ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. 90 ഡിഗ്രി ഉള്ളൊരു ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം, അല്ലേ? സോ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എപ്പോഴും നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുവാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലേ? നമുക്ക് ഫോർമുല എഴുതാം. അതിനകത്തുനിന്ന് നമുക്ക് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അല്ലേ? ഈ ഫോർമുല നമുക്ക് സോൾവ് ചെയ്യാം. സോ ലൈക്ക് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്? നമുക്ക് 3.5 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ 3.5 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? 1.5 സ്ക്വയർ, അല്ലേ? ഇത് നമുക്ക് സ്ക്വയർ ചെയ്യാം. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3.5 സ്ക്വയർ. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 സ്ക്വയർ എടുക്കണമെങ്കിൽ 3.5 മാറ്റിയിട്ട് 35 × 35 ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പോയിൻ്റ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ പാടാണെങ്കിൽ നിങ്ങൾ പോയിൻ്റ് കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 35 × 35 ചെയ്യുക. സോ ലൈക്ക് യുൽ ഗെറ്റ് 1225 എന്ന് കിട്ടി. ഇത് രണ്ടിനും പോയിൻ്റ് ഇല്ലായിരുന്നു, 2 പോയിൻ്റ് ഉണ്ട്, അല്ലേ? ഇവിടുന്ന് ഒരു പോയിൻ്റ്, ഇവിടുന്ന് ഒരു പോയിൻ്റ്, അങ്ങനെ 2 പോയിൻ്റ് മാറ്റി കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3.5 സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? 12.25 എന്നെഴുതാം. മൈനസ് 1.5ന് നമുക്ക് 15 × 15 ചെയ്യാം. സോ 15 × 15 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 225 എന്ന് കിട്ടും. 2 പോയിൻ്റ് ഉണ്ടായിരുന്നു. സോ 2 പോയിൻ്റ് മാറ്റി കുത്തിടുക. ബാക്കിൽ നിന്ന് 2 പോയിൻ്റ് മാറ്റി കുത്തിടുക. സോ നമുക്ക് എത്ര കിട്ടും? 2.25 എന്ന് കിട്ടി. ഇനി തമ്മിൽ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. നോക്കിയേ, 12.25, അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോയിൻ്റ് തമ്മിൽ സ്ട്രൈറ്റ് ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ 2 ഇവിടെ ഇടാം, 25 ഇടാം. ഓക്കെ, 25 ഇടാം. എന്നിട്ട് ഇത് മൈനസ് ചെയ്യാൻ നമുക്ക് 0 ഇവിടെ മൈനസ് ചെയ്യാൻ നമുക്ക് 10 കിട്ടും. നമുക്ക് എത്ര കിട്ടി? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. എ സ്ക്വയർ 10 കിട്ടി. അപ്പോൾ നമുക്ക് എ എത്രയാണ്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്ക്വയർ മാറ്റാൻ നേരത്ത് നമുക്ക് റൂട്ട് വീഴും. സോ സ്ക്വയർ മാറ്റാൻ നേരത്ത് റൂട്ട് വീണു. എ എന്ന് വെച്ചാൽ എത്രയാണ്? √10 ആണ്. അങ്ങനെ √10 എ കിട്ടിയെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: ദെയർഫോർ ദ ലെങ്ത്, നമുക്ക് ലെങ്ത് കിട്ടിയല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഇസ് ഈക്വൽ ടു എത്രയാ? നമുക്ക് √10 കിട്ടി. അപ്പോൾ നമുക്ക് √10 കിട്ടി. സോ നമുക്ക് √10 ആണ് ഇതിൻ്റെ സൈഡ്സ്. ഓക്കെ, സോ ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം √10 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സ്ക്വയർ അറിയാലോ. ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർമുല എന്തുവാടാ? സൈഡ് ഇൻറ്റു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ √10 × √10. ഞാൻ പറഞ്ഞു √10 വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് 10 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സംഭവം എന്തുവാണ്? √A × √A എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടും. സോ അല്ലേ, എ കോമൺ ആയതുകൊണ്ട് നമ്മൾ ഒരു എ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ √10 × √10 10 ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി. ഇത്ര ഉള്ളൂ ക്വസ്റ്റ്യൻ, അല്ലേ? സിമ്പിൾ അല്ലേ? സോ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നും കൂടെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ആൻസേഴ്സ് എല്ലാം കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. താങ്ക്